നോർത്ത് കൊറിയ അഥവാ വടക്കൻ കൊറിയ ലോകത്തിലെ തന്നെ ഒരേ ഒരാൾ നയിക്കുന്ന, ഒരേ ഒരാൾ ഏകാധിപതിയായി തുടരുന്ന, ഒരേ ഒരാൾ എല്ലാം തീർപ്പാക്കുന്ന, ഒരേ ഒരാളുടെ നിയമം മാത്രം പാസാക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അതാണ് നോർത്ത് കൊറിയ. ഇവിടെ കോടതിയും പാർലമെൻറ്റും ജനങ്ങളും എല്ലാമുണ്ട്. പക്ഷേ ആർക്കും ഒരധികാരവും ഇല്ല എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് കാര്യങ്ങളിൽ ഇടപെടാനോ ഗവൺമെൻറ് തീർപ്പിനെ ചോദ്യം ചെയ്യാനോ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരമില്ല. കോടതിക്ക് പോലും അതിന് ഒട്ടും സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാസ്സാക്കുന്ന നിയമങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും ജനങ്ങളും പാർലമെൻറ്റും കോടതിയും എല്ലാം കൈയടിച്ചങ്ങ് പാസ്സാക്കും. തീരുമാനങ്ങൾ വളരെ കർക്കശമായിരിക്കും. വിദ്യാഭ്യാസ കാര്യത്തിലും ഉണ്ട് വളരെ കർക്കശത. എല്ലാവരും ഒരു ചോല് ബാഗിൻ്റെ പിൻഭാഗത്ത് കെട്ടിവെക്കണം. അഥവാ സ്കൂളിൽ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു കരടോ ബാക്കിയോ കണ്ടാൽ അത് ഉടനെ അടിച്ച് അത് വൃത്തിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ റോഡിലോ ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റി അത് ആരാണോ ആദ്യം കണ്ടത് അവർ അത് ചെയ്തിരിക്കണം. രാവിലെ 5 മണിയോടടുത്ത് ഒരു അലാറം മുഴങ്ങും. അപ്പോൾ എല്ലാ വീടുകളിലും ഉണരണം. ശേഷം തെരുവും നമ്മുടെ വീടിൻ്റെയൊക്കെ മുൻഭാഗവും വൃത്തിയാക്കിയിരിക്കണം. മുൻഭാഗം വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ആ വീടും അവിടെ ഉണ്ടാവില്ല, ആ വീട്ടുകാരും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കർശനമായി പാലിക്കുന്നു. മാത്രവുമല്ല, ഇദ്ദേഹം തീർപ്പാക്കുന്ന കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ കോടതിക്ക് പോലും ധൈര്യം കാണില്ല. കാരണം ആ ജഡ്ജി പിന്നെ അവിടെ ജീവനോടെ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന തീരുമാനം മാത്രം മതി. ഇതിൽ കാണുന്ന വീടുകളില്ലേ, ഇതൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന അവിടുത്തെ വീടുകളാണ്. ഇവിടെയൊന്നും കറണ്ട് മുഴുവനായി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആകെ 4-5 മണിക്കൂർ കിട്ടിയെങ്കിലായി. ടൗണുകളും അതേപോലെ തന്നെ. വമ്പൻ ടൗണുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ ബോംബെയെ പോലെയോ എറണാകുളത്തെ പോലെയോ അല്ലെങ്കിൽ ഡൽഹിയെ പോലെയോ അവിടെയില്ല. എന്നാൽ രാജാവിൻ്റെ കൊട്ടാരം മറ്റു രാജ്യങ്ങളിലെ കൊട്ടാരത്തെക്കാൾ, മറ്റു രാജ്യങ്ങളിലെ അധികാരപീഠങ്ങളെക്കാൾ വളരെ ഉന്നതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇപ്പോഴും നിലകൊള്ളുന്നു. ജനങ്ങളുടെ കാര്യമല്ല, രാജാവിൻ്റെ കാര്യം വളരെ കർശനമായി പാലിക്കാൻ അവിടെ ആളുണ്ട്. ചോദിക്കാൻ ഏറെ ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഇതൊന്നും കൃഷിയിലോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളിലോ എത്തിക്കാൻ ഒരു വഴിയുമില്ല. സ്ട്രീറ്റ് ഫുഡിൽ പോലും ഉണ്ട് ഒരു വ്യത്യാസം. ലോകത്തെ എവിടെയെല്ലാം കാണാവുന്ന സ്ട്രീറ്റ് ഫുഡുകളുണ്ടോ അതെല്ലാം എല്ലായിടത്തും എത്തിയിരിക്കുമല്ലോ. എന്നാൽ വടക്കൻ കൊറിയയിൽ ഇപ്പോഴും സ്ട്രീറ്റ് ഫുഡുകൾ അവരുടെ പഴയ തനതായ രുചിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് ഏകാധിപത്യം. ലോകത്തെവിടെയുമുള്ള ഭക്ഷണ വൈവിധ്യമൊന്നും അവിടെ കാണാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അതൊന്നും അറിയുന്നില്ല, അവർ അതൊന്നും കേട്ടിട്ടില്ല. അവർ അവരുടെ തനതായ കൃഷിരീതികളും മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ വിഭവത്തിൻ്റെ കാര്യത്തിലും അല്പം പിറകിലാണ് വടക്കൻ കൊറിയ. കാരണം പുതിയ വളങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ അവിടെ എത്തുന്നില്ല. എന്നാൽ ആകെ എത്തുന്നത് പട്ടാളക്കാരുടെ മിസൈലുകളുടെ, ബോംബുകളുടെ കണ്ടുപിടുത്തം. അത് പുതിയത് തന്നെ കണ്ടുപിടിക്കും. എത്ര പണമില്ലെങ്കിലും അതിന് ഫണ്ടുണ്ട്. വടക്കൻ കൊറിയ ലോകത്തെ തന്നെ ഏറ്റവും വിനാശകാരിയായ ഒരു രാജ്യമാണെന്ന് പറയാതെ വയ്യ. അവരുടെ കയ്യിലിരിക്കുന്ന ബോംബുകൾ എപ്പോഴാണ് രാജ്യത്തിന് എതിരെ തന്നെ പൊട്ടുക എന്നതാണ് അവിടുത്തെ പട്ടാള മേധാവികളുടെ ഒരു ആശങ്ക. മറ്റു രാജ്യങ്ങളോട് ഒരു ദയവുമില്ലാത്ത ഒരു രാജ്യം, മറ്റു രാജ്യങ്ങളെ വിശ്വാസമില്ലാത്ത ഒരു രാജ്യം, മറ്റു രാജ്യക്കാരെ വിശ്വാസമില്ലാത്ത ഒരു രാജ്യം, സ്വന്തം രാജ്യക്കാർ മറ്റു ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും പോയി കാണരുതെന്നും വാശി പിടിക്കുന്ന ഒരു രാജ്യം. പ്രസംഗിക്കുമ്പോൾ അഥവാ മൈക്ക് കേടുവന്നാൽ ഇവിടുത്തെ അവസ്ഥ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. എന്നാൽ അവിടെ എങ്ങാനും മൈക്ക് ഓഫായാൽ അതോടുകൂടി ആ മൈക്ക് ഓപ്പറേറ്ററുടെ കാര്യവും തീർന്നു എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ 4-5 മൈക്ക് എപ്പോഴും കെട്ടിവെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മൈക്ക് എപ്പോഴും പ്രവർത്തിക്കുമല്ലോ.
മാത്രമല്ല അവിടുത്തെ പാർലമെൻറ്റ് എന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സീലടിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ്. യഥാർത്ഥ ജോങ് പോൽ കുൻ. ഇദ്ദേഹത്തിൻ്റെ കാർക്കശ്യമറിയണമെങ്കിൽ ഒരു ദിനം പാർലമെൻറ്റ് കൂടിയപ്പോൾ സ്വന്തം അമ്മാവനായിരുന്ന പട്ടാള മേധാവി അല്പം ഒന്ന് ഉറങ്ങിപ്പോയി. 1 മണിക്കൂറിനുള്ളിലാണ് അദ്ദേഹത്തെ വധിച്ചത്. പിന്നെ ആർക്കും ആ പാർലമെൻറ്റിൽ ഉറങ്ങാൻ ഉള്ള അവസരം അവനവൻ തന്നെ ആരും ഉണ്ടാക്കില്ലല്ലോ. അതുപോലെ തന്നെ വീടുകളിലെ സൗകര്യം പോരാ, അല്ലെങ്കിൽ വീടുകൾക്ക് സൗകര്യം കൂട്ടണം എന്നൊന്നും വെച്ചാൽ സ്വന്തം അങ്ങ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക പെർമിഷൻ എടുക്കണം. അവിടുത്തെ വലിയ മുതലാളിമാരടക്കം അത് ചെയ്യണം. സാധാരണക്കാരൻ്റെ കാര്യം പറയുകയും വേണ്ടല്ലോ. മാത്രവുമല്ല അവിടുത്തെ പട്ടാള ചിട്ട എല്ലാറ്റിലുമുണ്ട്. എന്നാൽ ഇദ്ദേഹം ചിലപ്പോൾ സാധാരണ ഡ്രസ്സിലും കാണാറുണ്ട്. യൂറോപ്യന്മാരോടൊക്കെ അതീവ പുച്ഛമാണ്. എന്നാൽ 24 മണിക്കൂറിൽ 23 മണിക്കൂറും സൂട്ടും കോട്ടും ഇട്ട് ഇദ്ദേഹത്തെ കാണും. അതൊന്നും ജനത്തിനുള്ളതോ മറ്റുള്ളവർക്കുള്ളതോ അല്ല. അത് സ്വയം മാത്രം സ്വീകരിക്കാനുള്ള മാർഗം മാത്രമായി അദ്ദേഹം കാണുന്നു. എല്ലാവരും മോശക്കാരാണ്. തൻ്റെ രാജ്യത്തിന് ആകെ ആവശ്യമുള്ളത് തന്നെ മാത്രമാണ് എന്ന് അദ്ദേഹം സ്വയം അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു. അത് എല്ലാവരെ കൊണ്ടും അങ്ങ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറ മുഴുവൻ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ, പാടാറുള്ളൂ, കാണാറുള്ളൂ, വായിക്കാറുള്ളൂ, അറിയാറുള്ളൂ. ചരിത്രം എന്നത് മാറ്റി എഴുതപ്പെടുകയാണിവിടെ. സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ കയറിക്കൂടിയതാണ്, അല്ലാതെ ജനാധിപത്യത്തിൽ വന്ന ഒരു അധികാരിയൊന്നുമല്ല. എങ്കിലും അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനാവശ്യമായ ഭരണ ഇടപെടലുകൾ ഒന്നും അവിടെയില്ല. ആവശ്യം തന്നെയില്ല. പിന്നെയല്ലേ അനാവശ്യ ഭരണ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ കിങ് ജോങ് ഉൻ എന്ന പ്രത്യേക ഭരണാധികാരി ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഭരിക്കുന്ന രാജ്യത്തെ ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനം ചെയ്യേണ്ടത് ഇത് മാത്രം: കൈയടിക്കുക.